നമസ്കാരം. ഇനി കുറെ കാലം ചുരുങ്ങിയ പക്ഷം അമേരിക്കയിൽ നിന്നെങ്കിലും ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റുകൾ വരുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അമ്മാതിരി പണിയാണ് തന്നത്. യാത്രികർക്കായി അപ്ഡേറ്റ് ചെയ്ത ഉപദേശത്തിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിലെ അമേരിക്കക്കാരോട് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാനും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നത് പുനർവിചിന്തനം ചെയ്യാനും അഭ്യർത്ഥിച്ചു. ജൂലൈ 23 പുറത്തിറക്കിയ ഉപദേശത്തിൽ യാത്ര പുനഃപരിശോധിക്കുക എന്ന വിഭാഗത്തിൽ ലെവൽ 3 കീഴിലാക്കിയ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തു. തീവ്രവാദി ആക്രമണങ്ങൾ പെരുകിയ ജമ്മു കശ്മീർ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി, മധ്യ കിഴക്കൻ ഇന്ത്യയുടെ ഭാഗങ്ങൾ, വംശീയ സംഘർഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന മണിപ്പൂർ ഇവ ലെവൽ 4 കീഴിൽ യാത്ര ചെയ്യരുത് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യ വർദ്ധിച്ച ജാഗ്രത ആവശ്യപ്പെടുന്ന ലെവൽ 2 എന്ന് വിലയിരുത്തപ്പെടുന്നു. ബലാത്സംഗം അതിവേഗം വളരുന്ന കുറ്റകൃത്യങ്ങളിൽ ഒന്നാണെന്നാണ് റിപ്പോർട്ടിലുള്ളത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ലൈംഗികാതിക്രമം പോലുള്ള അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾ നടക്കാറുണ്ട് എന്നും ഇന്ത്യക്കായുള്ള അപ്ഡേഷനിൽ പറയുന്നുണ്ട്. തീവ്രവാദികൾ ചെറിയ മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ആക്രമിച്ചേക്കാം. അവർ ടൂറിസ്റ്റ് ലൊക്കേഷനുകൾ, ഗതാഗത കേന്ദ്രങ്ങൾ, മാർക്കറ്റുകൾ, മാളുകൾ, സർക്കാർ സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിടുന്നുണ്ട് എന്നും നിർദ്ദേശത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന US പൗരന്മാർക്ക് അടിയന്തര സേവനങ്ങൾ നൽകാൻ US സർക്കാരിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് കിഴക്കൻ മഹാരാഷ്ട്ര മുതൽ വടക്കൻ തെലങ്കാന വരെ യാത്ര കൂടുതൽ ശ്രദ്ധിച്ചു വേണം. US സർക്കാർ ജീവനക്കാർക്ക് ഈ മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നതിന് പ്രത്യേക അനുമതി ലഭിക്കണം എന്നും നിർദ്ദേശിക്കുന്നുണ്ട്. ജമ്മു കശ്മീർ സന്ദർശിക്കരുതെന്ന് US പൗരന്മാരോട് ആവശ്യപ്പെടുമ്പോൾ ഭീകര ആക്രമണങ്ങളും അക്രമാസക്തമായ ആഭ്യന്തര കലാപങ്ങളും നിയന്ത്രണ രേഖയിൽ ഇന്ത്യ പാകിസ്ഥാൻ സേനകൾ തമ്മിലുള്ള ഇടയ്ക്കിടെയുള്ള അക്രമവും ചൂണ്ടിക്കാട്ടിയാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നിരുന്നാലും ജമ്മു കശ്മീരിന്റെ അയൽ പ്രദേശമായ ലഡാക്ക് സന്ദർശിക്കുന്നത് സുരക്ഷിതമാണ് എന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം പ്രാദേശിക ഉദ്യോഗസ്ഥരെ പലപ്പോഴും ലക്ഷ്യമിടുന്ന നക്സലുകൾ അല്ലെങ്കിൽ നക്സലൈറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന മാവോയിസ്റ്റ് തീവ്രവാദി ഗ്രൂപ്പുകളുടെ സാന്നിധ്യം മധ്യ കിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ അപകടകരമായ രീതിയിൽ ശക്തമാണ് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം വംശീയ കലാപ ഗ്രൂപ്പുകളുടെ ഇടയ്ക്കിടെയുള്ള അക്രമ പ്രവർത്തനങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ അപകടകരമാക്കുന്നതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോഴുള്ള അമേരിക്കക്കാർക്കാണ് ഈ സുരക്ഷാ നിർദ്ദേശം നൽകിയതെങ്കിലും വിദേശീയരെയാകെ ഇന്ത്യയിൽ സഞ്ചരിക്കുന്നതിൽ ഭയം ജനിപ്പിക്കുന്ന റിപ്പോർട്ടാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള വിദേശ സഞ്ചാരികളുടെ യാത്രാ പദ്ധതിയെയും റിപ്പോർട്ട് ദോഷകരമായി ബാധിക്കും. ഇന്ത്യയെ ഒരു അസമാധാന മേഖലയാക്കി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട നിർദ്ദേശങ്ങൾ. ഇതിനെതിരെ ഇതുവരെയും ഇന്ത്യ ഗവൺമെന്റ് ചെറുവിരൽ അനക്കിയിട്ടില്ല. ഇത് കണ്ടില്ലെന്ന് നടിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം ദൂരവ്യാപകമായ പ്രത്യാഘാതം രാജ്യത്തിനുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.